വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ പുളിശ്ശേരി കണ്ടാലോ. അതിനായി നല്ല പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ മാമ്പഴത്തെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം 4-5 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്കറിലൊന്ന് വേവിക്കാം. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സി എടുത്ത് അതിലേക്ക് തേങ്ങ ചിരകിയതും ഒരു 3-4 ചീനമുളക്, കുറച്ച് കുരുമുളക്, നല്ല ജീരകം, ആവശ്യത്തിനുള്ള തൈര് എന്നിവ ചേർത്ത് നമുക്ക് ഈ അരപ്പ് തയ്യാറാക്കാം. കുക്കറിൽ വിസിൽ വന്നതിന് ശേഷം കുക്കർ തുറന്ന് അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരയും ചേർത്ത് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ശർക്കര പാനി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പ് ചേർക്കാം. ഇനി മാമ്പഴ പുളിശ്ശേരിയിലേക്ക് കടുക് പൊട്ടിക്കാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു കുറച്ച് ഉലുവ കൂടി ചേർക്കണം. ഉലുവയും ചേർത്ത് പൊട്ടിച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഈ കൂട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചിയേറും മാമ്പഴ പുളിശ്ശേരി തയ്യാർ. ട്രൈ ചെയ്ത് നോക്കണേ.